ഹായ്, സിജിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യാതൊരു കെയറിങ്ങും ആവശ്യമില്ലാതെ വളർത്താൻ പറ്റുന്ന ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണത്തിനെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഫേണാണ്. ഇതിന് പ്രത്യേകിച്ച് യാതൊരു കെയറിങ്ങും ആവശ്യമില്ല. നല്ല ഒരു ഷെയ്ഡിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നല്ല ഭംഗിയിൽ ഇതുപോലെ വളർന്നിങ്ങനെ കിടക്കും. ഏതൊരു തുടക്കക്കാർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഫേൺസുകൾക്ക് അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു കണ്ടീഷനാണ് ആവശ്യം. സാധാരണ ഫേൺസുകൾ മരങ്ങളുടെയൊക്കെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടിയാണ്. ഇതിന് നല്ല ഒരു കൊക്കോ പിറ്റും കുറച്ച് മണലും കൂടിയൊക്കെ മിക്സ് ചെയ്ത് നമ്മളൊരു പോട്ടി മിക്സ്, ലൈറ്റായിട്ടുള്ളൊരു പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇതുപോലെ തിക്കായിട്ട് വളർന്നു വരും. പിന്നെ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് പൊട്ടി വരുന്ന ഏതെങ്കിലുമൊക്കെ തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അടുത്തതും ഒരു ഫേണാണ്, ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നത് വലിയ ഭീമാകാരനാവുന്ന ഒരു പ്ലാന്റാണ്. ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് പോട്ടിൻ്റെ സൈസുകൾ മാറ്റി മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിനെ നല്ല ഭംഗിയിലായിട്ട് ഒരു ഹാങ്ങിങ് പോട്ടിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ഹാങ്ങിങ് പോട്ടിലും അതേപോലെ സാധാ വൈറ്റ് പോട്ടിലും ഏതിൽ വേണം, അല്ലെങ്കിൽ പോട്ടില്ലാതെ നമുക്ക് മരത്തിൽ ഹാങ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് പേര് കിട്ടാൻ തന്നെ ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറും ഇതിൻ്റെ സെൻട്രലായിട്ട് നെസ്റ്റ് പോലെയൊക്കെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് വിളിക്കുന്നത്. നല്ല ഭംഗിയിൽ ഒത്തിരി കാലം നമുക്കൊരു ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഇത്. അടുത്തതും ഒരു ഫേൺ തന്നെയാണ്. നല്ല തിക്കായിട്ട് വളരുന്ന ഫേൺസുകളുണ്ട്. ഇത് നേരത്തെ കാണിച്ച ഫേൺസിൻ്റെ ലീഫിൻ്റെ ആ സ്ട്രക്ചറുമായിട്ട് വ്യത്യാസമുണ്ട്. ഇത് ആ ഒരു ലീഫിൽ തന്നെ വന്നിട്ട് ഒത്തിരി ലീഫുകൾ ഇങ്ങനെ എൻഡിലായിട്ട് ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന ഒരു ടൈപ്പിലുള്ള ഫേണാണ് ഇത്. അപ്പോൾ ഫേൺസുകളെല്ലാം തന്നെ നമുക്ക് നല്ല ഹാങ്ങിങ് പോട്ടിൽ നല്ല മനോഹരമാക്കി വളർത്തിയെടുക്കാൻ, ഗ്രീനറി നിറച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഫേൺസ്. പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വെള്ളം മാത്രം കൊടുത്താൽ നല്ല ഭംഗിയിൽ വളർന്നു. ഈ ബിസി ലൈഫിൽ വളരെ കെയറിങ് ഒന്നും കൊടുക്കാതെ നല്ല ഗ്രീനറി നിറച്ച് വളർത്താൻ പറ്റുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്ന് തിരക്കിയാൽ ഫേൺസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ NPK 19-19, 20-20 ഒക്കെ കൊടുത്താൽ ഇതിൻ്റെ വളർച്ചാ തോത് ഇരട്ടിയാവുകയും ചെയ്യും. അടുത്തതായി പീലിയ ഫാമിലിയിൽപ്പെട്ട പീലിയ ഡിപ്രസ എന്ന ഒരു പ്ലാന്റാണ്. നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ നല്ല റൗണ്ട് ലീഫുകൾ, നല്ല മുത്തുകൾ പോലെയുള്ള ലീഫുകളോട് കൂടിയ ഒരു പ്ലാന്റാണിത്. വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ഗ്രീനറിയോടുകൂടി ഒത്തിരി കാലം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഇത്. അങ്ങനെ പ്രത്യേകിച്ച് കെയറിങ്ങോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനോ ഒന്നും തന്നെ ആവശ്യമില്ലാതെ എപ്പോഴും നല്ല ഗ്രീനറി നിറച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ പ്ലാന്റിന് ഏറ്റവും ഇഷ്ടം. വളരെ പെട്ടെന്ന് ഇതിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് സ്റ്റെം നമ്മൾ കട്ട് ചെയ്ത് ഒരു പോട്ടി മിക്സിലാക്കി കൊടുത്താൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർന്നോളും, ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും. അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അത് നമ്മുടെ വാട്ടർ ബെലൻ ബിഗോണിയ ആണ്. പെലിയോണിയ റിപ്പൺസ് എന്ന് സയൻറ്റിഫിക് നെയിമോട് കൂടിയ ഈ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. വേവി ബിഗോണിയ എന്നും അല്ലെങ്കിൽ വേവി വാട്ടർ ബെലൻ ബിഗോണിയ എന്നൊക്കെ ഈ പ്ലാന്റിന് പേരുണ്ട്. ഇതിനെ സ്മോക്കിംഗ് പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട്. ഇതിന് നല്ല ചെറിയ കുഞ്ഞ് ബഞ്ചസ് പോലെയുള്ള വെള്ളപ്പൂക്കൾ ഉണ്ടാകാറുണ്ട്. ആ വെള്ളപ്പൂക്കളുകളിൽ വെള്ളമോ മറ്റോ വീഴുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പൊട്ടി അതിൻ്റെ അകത്തുള്ള ആശസൊക്കെ വെളിയിലോട്ട് പോകും. അപ്പോൾ ആ ആശ പോകുന്നത് കാണുമ്പോൾ നമുക്ക് സ്മോക്ക് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സ്മോക്കി പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെയും നമുക്ക് നന്നായിട്ട് ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഒത്തിരി കെയറിങ് ഒന്നും കൂടാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത്. അപ്പോൾ പുതിയതായിട്ടുള്ള പ്ലാന്റുകൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലും, അപ്പോൾ ഇതിൻ്റെ മെച്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച് ലീഫിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസവും ഉണ്ടാകാറുണ്ട്. പ്രൊപ്പഗേഷൻ അതിലേറെ എളുപ്പമാണ്. ഇതിൻ്റെ ഇതുപോലെ താഴോട്ട് നാന്ന് കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്റ്റെമ്മിൻ്റെ ഒത്തിരി കട്ടിങ്ങുകൾ ഒരുമിച്ചെടുത്ത് നമ്മളൊരു പോട്ടി മിക്സിൽ, അതായത് ഹാങ്ങിങ് പോട്ടിങ് മിക്സിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ താഴോട്ട് വളർന്ന് കിടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒത്തിരി നാളത്തേക്ക് നമുക്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ഒന്നും ആവശ്യവും വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അത് നമ്മുടെ മണി പ്ലാന്റ് തന്നെ. മണി പ്ലാന്റ് അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെ. ഒത്തിരി വെറൈറ്റി മണി പ്ലാന്റുകളുണ്ട്. ഇത് എൻജോയ് പോത്തോസ് ആണ്. അപ്പോൾ അതുപോലെ എൻജോയ് പോത്തോസ് എന്ന് വേണ്ട ഏത് ഒരു മണി പ്ലാന്റിനെയും നമുക്ക് നല്ല തിക്കായിട്ട് ഹാങ്ങിങ് പോട്ട് വളർത്തിയെടുക്കാം. ഒത്തിരി കാലം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന, അതായത് എല്ലാവർക്കും, അതായത് പുതിയ ഒരു ബിഗിനേഴ്സിന് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് പോത്തോസ് അഥവാ മണി പ്ലാന്റ്സുകൾ. ഭംഗി കൊണ്ട് മാത്രമല്ല ഗുണം കൊണ്ടും പോത്തോസ് നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഓപ്ഷൻ തന്നെയാണ്. ഇത് നമ്മുടെ എയറിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള
ടോക്സിൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യാനും എയറിനെ പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ കഴിവുള്ളത് കൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ബെറ്റർ ഒരു ചോയ്സ് പ്ലാന്റ് തന്നെയാണ് മണി പ്ലാന്റ്സ് അഥവാ പോത്തോസുകൾ. അടുത്തതായി ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ പ്ലാന്റും പോത്തോസ് തന്നെയാണ്. ഇതാണ് നിയോൺ പോത്തോസ്. ഇതിൻ്റെ ഭംഗി, ലീഫിൻ്റെ ഭംഗി തന്നെ ഒന്ന് വേറെ തന്നെയാണ്. ഇതിനിങ്ങനെ നല്ല ഗ്രീനറി, ഒരു യെല്ലോയും ഗ്രീനും കൂടെ കലർന്നൊരു കളർ നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റ പോട്ടിൽ അറേഞ്ച് ചെയ്ത് വളർത്താൻ പറ്റും. അല്ലെങ്കിൽ ഒത്തിരി എണ്ണം ഒരു ലൈനായിട്ട് പിടിച്ചും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ബുഷിയാക്കി വളർത്തിയെടുക്കുന്നതും. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതും ഹാങ്ങിങ് പോട്ടിൽ ഒത്തിരി വർഷമായ പ്ലാന്റാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങ് തറ വരെ എത്തിയതായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ലൈൻ പിടിച്ചും എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് ഓപ്ഷൻ തന്നെയാണ് നിയോൺ പോത്തോസും. ഹാങ്ങിങ് ആയി വളർത്താൻ പറ്റുന്ന അടുത്ത ഒരു പ്ലാന്റാണ് ബേബി ടീയേഴ്സ് പ്ലാന്റ്. പീലിയ മൈക്രോഫീലിയ, ഏഞ്ചൽ വീഡ് എന്നൊക്കെ പേരുള്ള അതിസുന്ദരിയായ ഒരു പ്ലാന്റാണ് ഇത്. നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ചെറിയ മഴക്കാലത്തൊക്കെ കാണപ്പെടുന്ന ആ ഒരു പ്ലാന്റുമായിട്ട് ഇത് നേരെ സാമ്യമുണ്ട്. രണ്ടും ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണെങ്കിലും രണ്ടും ഒന്നല്ല. മറ്റത് കുറച്ചുകൂടെ കുഞ്ഞ് ഇലകളായിട്ടാണ് കാണപ്പെടുന്നത്. ആർട്ട് ലൈഫ് എന്നൊക്കെ പേരുള്ള ഇതും നല്ല ഒരു ഹാങ്ങിങ് ഓപ്ഷൻ തന്നെയാണ്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഈ പ്ലാന്റിന് ഇഷ്ടം. അടുത്തത് നമുക്ക് ഏറെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന എല്ലാവർക്കും പരിചിതമായ ടർട്ടിൽ വൈൻ പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ്. നല്ലൊരു ഹാങ്ങിങ് ഓപ്ഷൻ തന്നെയാണ് ഈ ടർട്ടിൽ വൈനുകൾ. കലീഷ്യ റിപ്പൻസ്, ക്രീപ്പിംഗ് ഇഞ്ച് പ്ലാന്റ് എന്നൊക്കെ പേരുള്ള അതിസുന്ദരിയായ പ്ലാന്റാണ് ഈ ടർട്ടിൽ വൈനുകൾ. ഇതിനെ നമുക്ക് നല്ല ഗ്രീനറി നിറച്ച് വളർത്താൻ പറ്റും. യാതൊരുവിധ കെയറിങ്ങും ആവശ്യമില്ല. പക്ഷേ ഇതൊരു 1.5 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഇലയൊക്കെ പഴുത്ത് നല്ല ഒരു ഭംഗിയില്ലാതെ ആ ചെടി ആ ഒരു ഗ്രീൻ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊക്കെ ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിനെ റീപോർട്ട് ചെയ്യാനുള്ള സമയമെന്ന്. റീപോർട്ടിങ് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പോട്ടിംഗ് മിക്സിൽ മുകളിലായിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് ആ പോട്ടിംഗ് മിക്സ് തന്നെ ചെറുതായിട്ടൊന്ന് വെതറി കൊടുത്താൽ മാത്രം മതി. കംപ്ലീറ്റ് ആയിട്ട് അതിനിട്ട് മൂടാൻ പാടില്ല. നല്ലൊരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ടർട്ടിൽ വൈനുകൾ. ഇതിനെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ പോട്ടിലായിട്ട് ഒരു പോട്ടിലായിട്ടും വളർത്താം. അതേപോലെ നമുക്ക് നമ്മുടെ ഐഡിയക്കനുസരിച്ച് പല ഡെക്കറേറ്റീവ് പോട്ട്സിലും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വളർത്താൻ പറ്റും. ഞാനിവിടെ ഹാങ്ങിങ് പോട്ടിലും അതേപോലെ തന്നെ വലിയ ഒരു പൈപ്പ് PVC പൈപ്പിനെ 2ആയിട്ട് മുറിച്ച് നെടുകെ മുറിച്ചതിന് ശേഷം അതിൽ കുറച്ച് പോട്ടിംഗ് മിക്സ് നിറച്ച് അതിലും ഇട്ട് ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അടുത്തത് നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ് ആണ്. എല്ലാ എപ്പീഷ്യയും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം. അതേപോലെ തന്നെ ഗ്രൗണ്ട് കവറായിട്ടും ഒക്കെ വളർത്താം. എന്നാലും ബെറ്റർ ചോയ്സ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നത് തന്നെയാണ്. നല്ല ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് എപ്പീഷ്യകൾ. അതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് എപ്പീഷ്യകൾ ഒത്തിരി പേരുകളിലുണ്ട്. ഈ ലീഫുകളൊക്കെ തന്നെ ചെറിയ വ്യത്യാസം, അതേപോലെ പൂക്കളിലും ഒക്കെ വ്യത്യാസമുണ്ട്. പിങ്ക്, റെഡ്, വയലറ്റ് അങ്ങനെ പല കളറുകൾ ഇതിൻ്റെ പൂക്കളും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ബോട്ടിൽ അറേഞ്ച് ചെയ്ത് വളർത്താൻ പറ്റും. അടുത്തത് ലീഫിന് തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു എപ്പീഷ്യയാണ്. ലീഫിൽ നല്ലൊരു മെറൂൺ കളറും ഒരു കോഫി കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. സെൻറ്ററിലായിട്ടൊരു മെറൂൺ കളറും സൈഡിലായിട്ടൊരു കോഫി കളറും ഒക്കെ വന്ന് നല്ലൊരു അടിപൊളി ഒരു പാറ്റേൺ ലീഫ് വരുന്ന ഒരു പ്ലാന്റാണ് ഇതും എപ്പീഷ്യ തന്നെയാണ്. അപ്പോൾ ഇതിനും നേരിട്ടുള്ള സൺലൈറ്റ് കിട്ടിയാൽ ഇതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് നല്ല ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ഓപ്ഷനായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇത്. അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അടുത്തതും അതിലേറെ സുന്ദരിയായ പിങ്ക് റിയോ പ്ലാന്റ്. ഓരോ പ്ലാന്റിൻ്റെയും ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിനെ പൊതുവെ എല്ലാവരും നല്ല ഗ്രൗണ്ട് കവറൊക്കെ ആയിട്ടാണ് വളർത്തുന്നത്. എന്നാൽ ഇതിനെ ഹാങ്ങിങ് പോട്ടിൽ ഒന്ന് വളർത്തി നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കെയർ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല ഭംഗിയിൽ ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് റിയോ പ്ലാന്റുകൾ. അത് ഓസ്റ്റർ പ്ലാന്റ് അഥവാ ബോട്ട് ലില്ലി എന്നൊക്കെ പേരുള്ള അതിസുന്ദരിയായ പ്ലാന്റാണ് ഇത് തന്നെ വെരിഗേഷൻ ഉള്ളവയും സാധാ നാടനും പിന്നെ നമ്മുടെ ഓറഞ്ച് കളറിൽ ഒക്കെ ഉള്ളവയും പല കളറുകളിലുള്ള പ്ലാന്റുകൾ ഇന്ന് റിയോ പ്ലാന്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്ലാന്റ് നല്ല ഒരു ഓപ്ഷനാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന പോട്ടി മിക്സ് ഒക്കെ മാറ്റി കൊടുക്കുന്ന ചെടികളൊക്കെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇന്നത്തെ ബിസി ലൈഫിൽ നമുക്ക് വേറൊന്നും പറയാനുമില്ല. എല്ലാവർക്കും അത് കഴിയണമെന്നുമില്ല. അപ്പോൾ ഇതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ചെടികളൊക്കെ വളർത്താനാണ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലുള്ള കുറച്ച് പ്ലാന്റ്സുകളെ കൂടി പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ ഫ്രം സിജി നിജാസ്.